കേരളത്തിൽ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന കോടതി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി മാർച്ച് 19 ശിക്ഷ വിധിക്കും. കേസിലെ ഏക പ്രതിയായ കുടവട്ടൂർ സ്വദേശി സന്ദീപിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് വന്ദനയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഞങ്ങളുടെ മോളായിരുന്നു. അതിപ്പോ ഇല്ലല്ലോ. ഒടുവിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. വന്ദനയുടെ മാതാപിതാക്കൾ തന്റെ മകളെ ഓർത്ത് വിതുമ്പി. 2021 മെയ് 10 ഡ്യൂട്ടിക്കിടെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. വിചാരണ നടപടികൾ വേഗതയിൽ പൂർത്തിയാക്കി. ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ കുറ്റങ്ങളിൽ സന്ദീപ് കുറ്റക്കാരനെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വിനോദ് കണ്ടെത്തുകയായിരുന്നു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് തന്നെ ഇങ്ങനെ ഡോക്ടറെ അകാരണമായിട്ട് കുത്തിക്കൊല്ലുക എന്ന് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമം അനുസരിച്ച് കൊടുക്കാവുന്ന മാക്സിമം ശിക്ഷ ബഹുമാനപ്പെട്ട കോടതി അതിനെ ബന്ധപ്പെട്ട ആളുകളും അത് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രതി സന്ദീപിനെ മാനസിക രോഗിയാക്കാൻ ശ്രമിച്ചതിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ വ്യക്തമാക്കി. പ്രതിയുടെ മാനസിക നില സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ടും കേസിൽ നിർണായകമായിരുന്നു. കേസിനകത്ത് പ്രതിഭാഗം ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്ന് പ്രതിക്ക് ആ സമയത്ത് മാനസികമായി സ്ഥിരതയില്ലായ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഒരിക്കലും നിലനിൽക്കാത്ത ഒരു തർക്കമാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ ഈ കേസിൽ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കേസിൽ അന്വേഷണം പൂർത്തിയാക്കി 90 ദിവസത്തിനുള്ളിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസഫ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പ്രതിയുടെ മാനസിക നില പരിശോധിക്കുക എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കർത്തവ്യം. കാരണം അത് തന്നെയായിരിക്കും പ്രതി ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഡിഫൻസ് എന്ന് നമുക്ക് മുന്നമേ കണ്ടു തന്നെ. അതിനെ ഒരിക്കലും മറച്ചു വയ്ക്കാതെ അദ്ദേഹത്തിന്റെ മാനസിക നില പരിശോധിക്കാൻ വേണ്ടി നമ്മൾ അന്നേരം തന്നെ അതിന് റിക്വസ്റ്റ് കൊടുക്കുകയും അതിന് കോടതി അനുവദിക്കുകയും അതാണ് ആദ്യമായി ഞങ്ങൾ ചെയ്തത്. കൊലപാതകം, വധശ്രമം ഉൾപ്പെടെ 10 വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തി. ശിക്ഷയിന്മേലുള്ള വാദം ഇനി നടക്കും. മറ്റന്നാൾ കേസിൽ ശിക്ഷ വിധിക്കും. വന്ദനയുടെ നീതിക്കായുള്ള കാത്തിരിപ്പിലാണ് ഈ നാടൊന്നാകെ. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.